എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുത്തിരിക്കുന്നത് മത്തായി 3-ാം അധ്യായമാണ്. യേശുക്രിസ്തുവിനു വേണ്ടി വഴിയൊരുക്കുന്ന യോഹന്നാൻ സ്നാപകനെ പരിചയപ്പെടുത്തുകയാണ് മത്തായി എന്ന പുതിയ നിയമ എഴുത്തുകാരൻ. മാനസാന്തരത്തിന്റെയും സ്നാനത്തിന്റെയും സന്ദേശം നൽകി പഴയ നിയമ പ്രവചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് മിശിഹായുടെ ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കുന്നതാണ് യോഹന്നാന്റെ പ്രവർത്തനം. ഈ അധ്യായം 3 പ്രധാന വിഷയങ്ങൾ ഊന്നി പറയുന്നു. 1. മശിഹായ്ക്ക് വേണ്ടിയുള്ള വഴിയൊരുക്കൽ. 2. യഥാർത്ഥ മാനസാന്തരത്തിന്റെ സ്വഭാവം. 3. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ പൂർത്തീകരണം. യോഹന്നാന്റെ പ്രധാന സന്ദേശം ഇതായിരുന്നു: മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 3:2 വാക്യം. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയും പ്രവചന നിവൃത്തിയുമാണ് മത്തായി 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ നാം കാണുന്നത്. യോഹന്നാൻ മരുഭൂമിയിൽ ജീവിച്ചു. യെശയ്യാവ് 40-ാം അധ്യായം 3-ാം വാക്യത്തിലെ പ്രവചനം നിവർത്തിക്കുന്നു. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. യെശയ്യാവ് പ്രവചിച്ചതുപോലെ സ്നാപകയോഹന്നാൻ മാനസാന്തരത്തിലൂടെയും ആത്മീയ തയ്യാറെടുപ്പിലൂടെയും ദൈവത്തിന്റെ വരവിന് തടസ്സങ്ങൾ നീക്കാൻ ഇസ്രായേൽ ജനത്തോട് ആഹ്വാനം ചെയ്തു. ജനത്തെ മാനസാന്തരത്തിലേക്ക് വിളിച്ച് മശിഹായ്ക്കായി അവരുടെ ഹൃദയങ്ങളെ ഒരുക്കുകയായിരുന്നു യോഹന്നാന്റെ ദൗത്യം. മരുഭൂമിയിലെ യോഹന്നാന്റെ വാസം മരുഭൂമിയിലൂടെയുള്ള ഇസ്രായേലിന്റെ മരുഭൂ പ്രയാണത്തിന്റെ പ്രതീകമാണ്. വിശുദ്ധീകരണത്തിന്റെയും ദൈവത്തിലുള്ള ആശ്രയത്വത്തിന്റെയും ദൈവവചനത്തിലൂടെയുള്ള ആത്മീക നവീകരണത്തിന്റെയും വ്യർത്ഥമായ ലൗകിക ശ്രദ്ധകളിൽ നിന്നുള്ള വേർപിരിയലിനെയും ഒക്കെയാണ് സ്നാപകയോഹന്നാന്റെ ഈ മരുഭൂമി ജീവിതം പ്രതീകാത്മകമായി കാണിക്കുന്നത്. പഴയ നിയമ പുസ്തകം മലാക്കി 4:5 യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നു, അതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. 4-ാം വാക്യത്തിൽ നാം കാണുന്ന യോഹന്നാന്റെ ഒട്ടക രോമവും തുകൽപ്പട്ടയും ഒക്കെ ഉള്ള വസ്ത്രം ഏലിയാവിന്റെ രൂപഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവൻ രോമവസ്ത്രം ധരിച്ചു, അരയ്ക്ക് തോൽവാർ കെട്ടിയ അവൻ തിശ്ബ്യനായ ഏലിയാവ് തന്നെ എന്ന് അവൻ പറഞ്ഞു. ഇത് പ്രവാചക ശുശ്രൂഷയുടെ തുടർച്ചയെ സൂചിപ്പിക്കുന്നു. 1 രാജാക്കന്മാർ 2:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. അവന്റെ ലളിതമായ ജീവിതശൈലി ഭൗതിക സുഖ സൗകര്യങ്ങളെക്കാൾ ദൈവരാജ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഭൗമിക സുഖങ്ങളെ മാറ്റിവെച്ച് ദൈവരാജ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുന്നു. മാനസാന്തരത്തിന്റെ സന്ദേശവും അതിന്റെ ഫലങ്ങളുമാണ് മത്തായി 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെ നാം വായിക്കുന്നത്. പശ്ചാത്താപം വെറും ഒരു പശ്ചാത്താപമല്ലെന്നും പാപത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള പൂർണ്ണമായ തിരിയലാണ് എന്നും ഈ മാനസാന്തരം അത്യന്താപേക്ഷിതമാണ് എന്നും യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗരാജ്യം ക്രിസ്തുവിന്റെ ഭരണവും സമീപമായിരിക്കുന്നു. 7-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ പരിസേയന്മാരും സദുക്കേയരും അടങ്ങുന്ന മത നേതാക്കളെ സർപ്പസന്തതികളെ എന്ന് ശാസിക്കുന്നതായി കാണാം. അവരുടെ കാപട്യത്തെ തുറന്നു കാട്ടി അബ്രഹാമിന്റെ സന്തതികൾ എന്ന നിലയിൽ തങ്ങളുടെ പൈതൃകത്തിൽ ആശ്രയിക്കാതെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് അവൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് യെഹെസ്കേൽ 18:30 ദൈവം നൽകിയ മുന്നറിയിപ്പിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ട് തിരിയുവിൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് തന്നെയല്ലേ യോഹന്നാൻ നമ്മോട് വിളിച്ചു പറഞ്ഞത്? 10-ാം വാക്യത്തിൽ പറയുന്ന മരങ്ങളുടെ വേരിൽ വെച്ചിരിക്കുന്ന കോടാലി ദൈവത്തിന്റെ ആസന്നമായ ന്യായവിധിയെ സൂചിപ്പിക്കുന്നു. ദൈവം മലാക്കിയിലൂടെ കാലങ്ങൾക്ക് മുമ്പേ ഇത് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മലാക്കി 4:1 ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതുപോലെ പഴയ നിയമം നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്നവർ ഇതൊക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മത്തായി 3:11 പറയുന്നു, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാൻ ആകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. ഇനി നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് നോക്കിയാലോ. യെഹെസ്കേൽ 36:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ
നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ദൈവം എഹെസ്കേൽ പ്രവാചകൻ മുഖേന നമുക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് മത്തായി 3:11 നാം കാണുന്നത്. സർവശക്തനായ നമ്മുടെ ദൈവമായ യഹോവ എത്ര വിശ്വസ്തൻ അല്ലെ. 14-15 വാക്യങ്ങളിൽ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തുന്നതിനെ എതിർക്കുന്നതായി കാണും. എനിക്ക് നിന്നാൽ സ്നാനമേൽക്കേണ്ടത് ആവശ്യമാകുന്നു. എന്നാൽ യേശു മറുപടി പറയുന്നു, ഇപ്പോൾ അങ്ങനെയാകട്ടെ, എല്ലാ നീതിയും നിറവേറ്റുന്നത് നമുക്ക് ഉചിതമാണ്. എന്തുകൊണ്ടാണ് യേശുവിന് സ്നാനം ആവശ്യമായി വന്നത്? യേശുവിന്റെ സ്നാനം മാനസാന്തരത്തിന് വേണ്ടിയല്ല. പുതിയ നിയമ യാഗങ്ങളിൽ മുൻ നിഴലാകുന്നത് പോലെ ന്യായപ്രമാണവും നീതിയും നിറവേറ്റുന്നതിനും മശിക എന്ന നിലയിൽ അവന്റെ ശുശ്രൂഷ പരസ്യമായി ആരംഭിക്കുന്നതിനും വേണ്ടിയാണ് അത് സംഭവിച്ചത്. തുടർന്ന് വായിക്കുമ്പോൾ യേശുവിന്റെ സ്നാന സമയത്ത് 3 അസാധാരണ സംഭവങ്ങൾ സംഭവിക്കുന്നതായി കാണാം. ഒന്ന്, സ്വർഗം തുറന്നിരിക്കുന്നു. ദൈവവും മനുഷ്യത്വവും തമ്മിലുള്ള പുനഃസ്ഥാപിക്കപ്പെട്ട കൂട്ടായ്മയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടാമതായി, ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവെന്ന പോലെ ഇറങ്ങി മശിഹായുടെ മേൽ വസിക്കുന്നു. ഇതൊരു പ്രവചന നിവൃത്തി കൂടിയാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? യെശയ്യാവ് 11:2 അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ സകലതും മുൻ നിർണയിക്കപ്പെട്ടതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനങ്ങൾ. മൂന്നാമതായി, സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം പ്രഖ്യാപിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 17-ാം വാക്യം. ഈ വാക്കുകൾ പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. സങ്കീർത്തനം 2:7 ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് 42:1 ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. എത്ര മനോഹരമായിട്ടാണ് ദൈവം തന്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്നതും നടപ്പാക്കുന്നതും. നവീകരണ വേദശാസ്ത്രജ്ഞന്മാർ ഈ നിമിഷത്തെ ത്രിത്വപരമായ വെളിപ്പെടുത്തലായിട്ട് കൂടി ആണ് കാണുന്നത്. പിതാവ് സംസാരിക്കുന്നു, പുത്രൻ സ്നാനമേറ്റു, ആത്മാവ് ഇറങ്ങി വരുന്നു. ലോകരക്ഷകൻ എന്ന നിലയിൽ യേശുവിന്റെ ദൈവിക സ്വഭാവവും ദൗത്യവും ഇത് സ്ഥിരീകരിക്കുന്നു. യേശുവിന്റെ സ്നാനം അവന്റെ പൂർണ്ണമായ അനുസരണത്തെക്കുറിച്ചും ദൈവം മുമ്പാകെ നമ്മുടെ പ്രതിനിധി എന്ന നിലയിലുള്ള അവന്റെ പങ്കിനെ കുറിച്ചും നമുക്ക് ഉറപ്പു നൽകുന്നു. മത്തായി 3 പഴയതും പുതിയതുമായ നിയമങ്ങൾ തമ്മിലുള്ള തടസ്സമില്ലാത്ത ബന്ധം വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ യെശയ്യാവിന്റെ പ്രവചനം നിറവേറ്റുന്നതാണ്. ആളുകളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുകയും ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. യേശുവിന്റെ സ്നാനം എല്ലാ നീതിയും നിറവേറ്റാനും അവന്റെ ജനത്തിന് രക്ഷ കൊണ്ടുവരുവാനുമുള്ള അവന്റെ ദൗത്യത്തെയും ഉദ്ഘാടനം ചെയ്യുന്നു. യോഹന്നാന്റെ സന്ദേശം മാനസാന്തരത്തിലേക്ക് നമ്മെ വിളിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. അവനിലുള്ള നമ്മുടെ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുന്ന മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കാം. നമ്മുടെ വീണ്ടെടുപ്പിനെ സുരക്ഷിതമാക്കുന്ന യേശുവിന്റെ അനുസരണത്തിലും ദൗത്യത്തിലും സന്തോഷിക്കാം. ഈ അധ്യായം ദൈവത്തിന്റെ പരമാധികാര പദ്ധതിയോടുള്ള നമ്മുടെ വിസ്മയവും എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റുന്ന രക്ഷകനോടുള്ള നന്ദിയും വർദ്ധിപ്പിക്കട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.